ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പുളിയിഞ്ചി തയ്യാറാക്കിയാലോ. ഇത് നമ്മുടെ ഓണം സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഹോം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കാം. 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്തത്, പിന്നെ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 200 ഗ്രാം ഇഞ്ചിയാണ്. ആദ്യം ഇഞ്ചി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരിയുന്നത്. ഇത് വണ്ടർ ഷെഫിന്റെ ചോപ്പറാണ്, നല്ലൊരു ചോപ്പറാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേപോലെ തന്നെ ചുവന്നുള്ളിയും അരിഞ്ഞെടുക്കാം. ഇനി അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലപോലെ വറുത്ത് കഴിഞ്ഞാൽ ഇത് കോരി മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിൽ ചുവന്നുള്ളിയും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്ത് കഴിഞ്ഞാൽ കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് കോരി മാറ്റി വയ്ക്കാം. ഇനി വറുത്തെടുത്തിട്ടുള്ള ഉള്ളി, തേങ്ങ, ഇഞ്ചി എന്നിവയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് പുളി പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ പുളി വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാദ്യം 2-3 മിനിറ്റ് നന്നായി തിളപ്പിച്ച ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 15 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആ നേരം കൊണ്ട് ഉള്ളിയും തേങ്ങയും ഇഞ്ചിയും എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നല്ലത്. ഇനി പുളിവെള്ളം നന്നായി തിളച്ച ശേഷം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2-3 മിനിറ്റിന് ശേഷം 1/2 കപ്പ് ശർക്കരപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി കുറച്ച് കട്ടിക്കുറഞ്ഞ കൺസിസ്റ്റൻസി ആണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉലുവ ഇടുന്നുണ്ട്. അതിന്റെ കൂടെ 2 തൊട്ട് 3 വരെ വറ്റൽമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് താളിക്കാം കേട്ടോ. ഇത് നമ്മുടെ പുളിഞ്ചിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിച്ചാൽ കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ പുളിയിഞ്ചി ഒന്ന് തയ്യാറാക്കി നോക്കുക. പുളിയിഞ്ചി ഇല്ലാണ്ട് എന്ത് സദ്യയാണല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.